നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ പദ്ധതി ചെലവ് 92.32% കടന്നു. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് 50%-ത്തിൽ താഴെയാണ്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം 1.75 ലക്ഷം കോടി രൂപ ചെലവിട്ടു. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ചെലവ് 2 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ മുൻഗണനാക്രമം നിശ്ചയിച്ചപ്പോൾ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുവെന്നായിരുന്നു ധനവകുപ്പ് കേട്ട പഴി. എന്നാൽ പദ്ധതി ചെലവിൽ വെട്ടിക്കുറവൊന്നും വരുത്തിയിട്ടില്ലെന്നാണ് വർഷാന്ത്യ കണക്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധനമന്ത്രി പറയുന്നത്. സംസ്ഥാന പദ്ധതിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയും ചേർന്ന് 92.32% തുക ചെലവിട്ടു. ആകെ ചെലവ് 92.32%. LSGDയുടെ പ്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രം കൊടുത്തേക്കുന്ന ഔട്ട്ഫ്ലോ നോക്കിയാൽ 110%. പ്ലാൻ കട്ടുണ്ട്, ആകെ കട്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ശതമാനത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഈ പദ്ധതികളുടെ ചെലവ് 50%-ൽ താഴെയാണ്. കേന്ദ്ര സഹായത്തോടുള്ള പദ്ധതികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനകത്ത് വളരെ കുറവാണ് വന്നത്. അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു 41%, 45% കേന്ദ്ര സഹായ പദ്ധതികൾ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളൂ. അതും കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് കൂടിയാണ്. ഈ സാമ്പത്തിക വർഷത്തെ വാർഷിക ചെലവ് ഏകദേശം 1.75 ലക്ഷം കോടി രൂപ കവിഞ്ഞു. മാർച്ചിൽ മാത്രം 26,000 കോടിയിൽ പരം രൂപ ചെലവിട്ടു. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 84,000 കോടി രൂപ കടന്നേക്കുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. 24 തിരുവനന്തപുരം.